വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു അയില ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പല രീതിയിൽ ഞാൻ ഫിഷ് ഫ്രൈ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള 4-5 അയില എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനൊരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമുക്ക് ഒരു ലെമണിൻ്റെ ഹാഫ്. അതിൻ്റെ അരിയൊക്കെ കളയുക. നമ്മൾ അരി കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താലും അതിൻ്റെ ഇടയിൽ ഒരു അരി വരും, എങ്ങനെയും ഒരു അരി കയറി വരുവേ. അപ്പോൾ അത് എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുവേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പം എങ്ങനെയല്ലേ ആയുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാശ്മീരി ചില്ലി പൗഡർ വേണം. ഇത് സ്വല്പം അരപ്പ് വേണം. ഇതിന് സ്വല്പം വെള്ളം കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടണം ഈ അരപ്പ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ. ഇതുപോലെ ഇരിക്കണം. നമ്മൾ ഈ തമിഴ്നാട് സൈഡിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഈ ഫിഷ് ഫ്രൈക്ക് കണ്ടിട്ടില്ലേ, നല്ല ഈ ദോശമാവിൻ്റെ ആ ഒരു ബാറ്റർ ഇല്ലേ, അതേപോലെ മിക്സ് ചെയ്തിട്ട് അതേൽ മുക്കി എടുത്തിട്ടാണ് ഇവർ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഫിഷിലോട്ട് ഇത് പുരട്ടി എടുത്താൽ മതിയേ. ഇതാ വരഞ്ഞു വെച്ചേക്കുന്നതിനകത്തൊക്കെ കുറച്ച് ഇത് കയറണേ. ഇതങ്ങ് മീഡിയം സൈസ് ആയില്ലേ, അങ്ങ് ഒരുപാട് വലുതൊന്നുമല്ല. വലുത് കിട്ടിയാലും നല്ലതാണ് കേട്ടോ. ഇപ്പം എനിക്കിവിടെ മീഡിയം സൈസാണ് കിട്ടിയേക്കുന്നത്. ഇതൊരു ഫിഷ് ഫ്രൈക്ക് ആണെങ്കിലും ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറോളം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ആ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരും അന്നേരം കേട്ടോ. അല്ലാതെ പെട്ടെന്ന് അങ്ങ് വറുക്കുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് വരത്തില്ല. വയറിനകത്തേക്കൊക്കെ കുറച്ച് അരപ്പൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ഇതിനകത്തെല്ലാം നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ ഫിഷിൽ ഈ അരപ്പെല്ലാം നന്നായിട്ട് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ അല്ല 1 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ആ ഒരു മസാലയൊക്കെ ഇതിൻ്റെ ഈ മാംസത്തിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത് നുള്ളു മതി, ഒരുപാട് വേണ്ട കേട്ടോ. സ്വല്പം കാശ്മീരി ചില്ലി പൗഡർ, എല്ലാം കുറച്ചേ മതി കേട്ടോ. കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഒരു നുള്ളുപ്പ്, ഒരു നുള്ളേ ആകാവുള്ളൂ. കാരണം നമ്മൾ ഫിഷിനകത്ത് ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ ഒരു നുള്ള്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണേ. ചെറിയൊരു എരിവും ചെറിയൊരു ഉപ്പും ഒക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് ആ പൊടികളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കാണിക്കാവേ. നമ്മുടെ ഫിഷൊക്കെ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈക്ക് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ഞാൻ ഡീപ് ഫ്രൈ അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു തവ ഫ്രൈ സ്റ്റൈല്, ഷാലോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. എന്നാൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ ഈ റവ ഇങ്ങനെ മിക്സ് ഉണ്ടാക്കി നേരത്തെ കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി പൗഡർ, ഒരു സ്വല്പം ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനി നമ്മൾ ആ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ ആക്കിയാൽ മതിയേ. ഇതിൻ്റെ എല്ലാ ഭാഗവും ആ ഒരു റവയൊന്ന് പിടിക്കണം കണ്ടോ. എന്നിട്ട് നമുക്കിത് നേരെ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ശരിക്കും ഗോവ, മാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഈ റവ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ കിട്ടുവേ. നിങ്ങൾ ട്രൈ ചെയ്യണേ. ഫ്ലെയിം അങ്ങ് ഒത്തിരി കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമേ ആകാവുള്ളൂ. അത് ചെറുതായിട്ട് അങ്ങനെ കിടന്ന് കുക്ക് ചെയ്ത് കിട്ടണം. ഞാനൊരു സ്വല്പം കറിവേപ്പില ഈ ഫിഷ് ഫ്രൈയുടെ അകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇറങ്ങുമ്പോൾ ഫിഷിനൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ കറിവേപ്പില എണ്ണയിൽ കിടന്ന് ഫ്രൈ ആകുമ്പോൾ ആ എണ്ണയ്ക്ക് ആ ഒരു ടേസ്റ്റ് വരുമല്ലോ, അത് ആ ഫിഷിനകത്ത് കൂടെ ചേർക്കുള്ളൂ. ചെറു തീയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ കിട്ടുവേ. അത് ക്രിസ്പി ആയിരിക്കും ഇത്. അതിനായിട്ടാണ് നമ്മൾ ആ റവ ഇങ്ങനെ കുറച്ചൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരേ സൈഡ് കിടന്ന് ഫ്രൈ ആകട്ടെ. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ അധികം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല. ആ സിമ്മിൽ നിന്ന് ഒരു സ്വല്പം കൂടെ ഇതാക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വേണം, ആ ചെറിയ തീ കിടന്ന് വേണം ഇത് റെഡിയായി വരാനേ.
ഇനി നമുക്കൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മുടെ ഫിഷ് ഇവിടെ വെച്ചിട്ട് 4 മിനിറ്റ് ആയേ. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഒരു 4 മിനിറ്റ് ഇതുപോലെ കിടന്നൊന്ന് ഫ്രൈ ആയി കിട്ടണേ. അപ്പോഴത്തേനും നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആകുവേ. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു കറിവേപ്പിലയൊക്കെ കൂടെ നിങ്ങൾ ആ ഓയിലിനകത്ത് ഇടണം. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണിത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്